ഹലോ ഗൈസ്, ഇന്ന് പഴനിയിലാണ്. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കും. അപ്പോൾ നമ്മുടെ ഗസ്റ്റുള്ള ലോഡ്ജിലോട്ട് ചെല്ലാൻ പറഞ്ഞു, റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രഷപ്പിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ബാത്റൂം കാര്യങ്ങൾ അത്ര നല്ലതല്ല ഇവിടെ പാർക്കിങ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ വണ്ടി കിടക്കണ്ട, ഇങ്ങോട്ടേക്ക് തിരിച്ചാണ് ഇട്ടിരുന്നത്. രാവിലെ ഉറക്കത്തിൻ്റെ ഇടയിൽ വെയിലടിച്ചപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് ഇട്ടതാണ്. ഇവിടെ ഇത്രയും ബാത്റൂം ഉണ്ട്, പക്ഷെ ഒന്നും വൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ഗസ്റ്റിൻ്റെ ലോഡ്ജിലേക്ക് പോവുകയാണ്. ഗസ്റ്റിൻ്റെ ലോഡ്ജല്ല കേട്ടോ, അല്ല ഗസ്റ്റിൻ്റെ റൂമിലോട്ടാണ് പോണത്. ഇത് നമ്മുടെ പാർക്കിങ്ങിൽ നിന്ന് നേരെ പഴനി റൗണ്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഇതൊക്കെ കുറച്ച് അങ്ങോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ ഈ കാണുന്ന ഒരു കടകളും കൊച്ചു കൊച്ചു കടകൾ പാവക്കുട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കടകളുടെ ഇടയിൽ കൂടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പഴനിയുടെ ട്രെയിൻ ടിക്കറ്റൊക്കെ, അതായത് ട്രെയിനിലേക്ക് പോണതിൻ്റെ വഴിയിലേക്ക് എത്തും. ആ വഴിയുടെ അവിടെ നിന്ന് നേരെ നമ്മൾ ആ വഴി ചെന്ന് കയറുന്ന റൗണ്ടാണ് ഈ കാണുന്നത്. ഇവിടെ എന്തോ ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഇങ്ങനെ കാണുന്നത് നല്ല അടിപൊളിയായിരുന്നു സംഭവം. ഇവിടെ എന്തോ ഭയങ്കര പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കും. ഭയങ്കര ഇതുണ്ട്, പൊട്ടും ബഹളമൊക്കെ ആയത്. ഇതെന്താ, നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇന്നലെ ഈ ഹോട്ടലിലോട്ട് വിളിച്ചിരുന്നെങ്കിൽ നമുക്ക് ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി നീറ്റും കാര്യങ്ങളുള്ള ബാത്റൂം ഉണ്ട്. അതുപോലെ ഇന്നലെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വണ്ടി കിടക്കണ്ടല്ലായിരുന്നു. വെറുതെ ആ വണ്ടിയിൽ കിടന്ന് കൊതുകടിയൊക്കെ കൊണ്ട് ഒരു ആവശ്യമില്ലായിരുന്നു. നല്ലൊരു ബെഡ് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കിടന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും കുളിച്ചിട്ട് വരാം. കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. വൈറ്റ് ഷർട്ടായതുകൊണ്ട് കുളി കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നില്ല അല്ലേ. എന്നാൽ കുളി കഴിഞ്ഞു, അതിന് സെറ്റായി. ഇനി നേരെ വണ്ടി അടുത്തേക്ക് പോകണം. അതിന് മുമ്പ് ഒന്ന് ചായ കുടിക്കണം, പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അപ്പോൾ നോക്കട്ടെ, പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കണം. അമ്പലത്തിൻ്റെ റൗണ്ടായതുകൊണ്ട് ഹോട്ടൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നത് പറഞ്ഞു. അപ്പം ഞാനും കണ്ണാടിയില്ലേ, ഈ കാണുന്ന ഹോട്ടലിലാട്ടോ നമ്മുടെ ഗസ്റ്റ് താമസിച്ചിരുന്നത്. SBV എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മുടെ ഗസ്റ്റ് താമസിച്ചിരുന്നത്. പിന്നെ ഇതിൻ്റെ പുറത്തൊക്കെ ഭയങ്കര ആഘോഷവും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആട്ടവും ഇതൊക്കെ ആയിട്ട് കുറേ പേര് ശൂലവും ഇതൊക്കെ എടുത്തിട്ട് നല്ല ആട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായിരിക്കണം എന്ന് തോന്നുന്നു. ഇത് എന്താണെന്ന് വെച്ചാൽ തമിഴ് ആചാരങ്ങളാണ്. കുറേ പേര് തലയിൽ അമ്മൻകുടവും കാര്യങ്ങളൊക്കെ ഏന്തി വരേണ്ട, അത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നിട്ട് ഇവർ കുറേ പേരുണ്ട്. ഈ കാഴ്ചയും കണ്ടുവന്നപ്പോഴത്തേനും ഗസ്റ്റിൻ്റെ വിളി വന്നു. അപ്പം ഞാൻ നേരെ പാർക്കിങ്ങിൽ പോയിട്ട് വണ്ടി എടുത്ത് ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനുള്ള ആദ്യോഗിയിൽ കാണാം. പിന്നെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.